ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കിയ വില്ലേജുകളിലെ റെക്കോർഡുകളിൽ പഴയ സർവേ നമ്പരുമായി ബന്ധപ്പെട്ട തെറ്റുകൾ തിരുത്തുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർണ്ണമായും ഓൺലൈൻ സംവിധാനമാക്കുന്നു. 2 ദിവസത്തിനുള്ളിൽ ഇത് പ്രവർത്തനക്ഷമമാകുമെന്ന് അധികൃതർ അറിയിച്ചു. നിലവിൽ ഇത് പരീക്ഷണ ഘട്ടത്തിലാണ്. എന്റെ ഭൂമി പോർട്ടൽ വഴിയാണ് അപേക്ഷ നൽകേണ്ടത്. പോർട്ടലിൽ ഇതിനുള്ള ഓപ്ഷൻ തയ്യാറാകുന്നതോടെ റീസർവേയിലെ നമ്പറും പഴയ സർവേ നമ്പറും തമ്മിൽ വ്യത്യാസമുള്ള കേസുകളിൽ ഓൺലൈനായി പരിഹാരം സാധ്യമാകും. എന്റെ ഭൂമി പോർട്ടൽ വഴിയാണ് അപേക്ഷ നൽകേണ്ടത്. അപേക്ഷകളിൽ തഹസിൽദാരാണ് അന്തിമ അംഗീകാരം നൽകുക. ഓൺലൈനായി സമർപ്പിക്കുന്ന അപേക്ഷ താലൂക്ക് ഓഫീസുകളിലെ ക്ലർക്കാണ് തുടക്കത്തിൽ പരിശോധിക്കുന്നത്. തുടർന്ന് തഹസിൽദാർ അപേക്ഷ പരിശോധിച്ച് റിപ്പോർട്ടിങ്ങിനായി സർവേ വിഭാഗത്തിലേക്ക് അയക്കും. താലൂക്കിൽ ലഭിക്കുന്ന അപേക്ഷ സർവേയുടെ ലോഗിലെത്തും. അപ്ലോഡ് ചെയ്ത എല്ലാ രേഖകളും സർവേയർക്ക് കാണാൻ സാധിക്കും. ആവശ്യമെങ്കിൽ സർവേയർ നേരിട്ട് സ്ഥലപരിശോധന നടത്തി റിപ്പോർട്ട് തയ്യാറാക്കും. റിപ്പോർട്ട് ഹെഡ് സർവേയർ മുഖേന തിരികെ തഹസിൽദാർക്ക് സമർപ്പിക്കും. തഹസിൽദാർ അന്തിമ അംഗീകാരം നൽകി വില്ലേജ് ഓഫീസറുടെ ലോഗിലേക്ക് അയക്കും. വില്ലേജ് ഓഫീസർ സിസ്റ്റത്തിൽ അപ്ഡേറ്റ് ചെയ്യുന്നതോടെ ആ സർവേ നമ്പറിലെ തെറ്റ് തിരുത്തപ്പെടും. നിലവിൽ പേരുമാറ്റം, സബ് ഡിവിഷൻ സംബന്ധിച്ച തിരുത്തലുകൾ, ഭൂമി തരംമാറ്റവുമായി ബന്ധപ്പെട്ട പരാതികൾ എന്നിവയെല്ലാം ഓൺലൈനായി പരിഹരിക്കാം. പേരുമാറ്റത്തിനുള്ള അപേക്ഷകളാണ് കൂടുതൽ ലഭിക്കുന്നതെന്ന് അധികൃതർ പറയുന്നു. തെറ്റുതിരുത്തലുള്ള അപേക്ഷകളിൽ പരിഹാരം കാണാൻ ഡിജിറ്റൽ സർവേ പൂർത്തിയായ വില്ലേജുകളിൽ സർവേയർമാരെയും നിയോഗിച്ചിട്ടുണ്ട്. ഇടുക്കി വിഷൻ, കുമളി.